മദ്യപിച്ച് ലക്കുകെട്ടാൽ പിന്നെ അമ്മയെയും പെങ്ങളെയും പോലും തിരിച്ചറിയാൻ കഴിയാത്തവരുണ്ട് നമ്മുടെ നാട്ടിൽ. പൊതുനിരത്തിൽ പരസ്യമായി സ്ത്രീകളെ ആക്രമിക്കുന്നതും അവർക്ക് ലഹരിയാണ്. മലപ്പുറം പൂങ്ങോട് സ്വദേശി വിഷ്ണു പ്രസാദ് കഴിഞ്ഞ രാത്രി മദ്യലഹരിയിൽ കാട്ടിക്കൂട്ടിയ പരാക്രമത്തെക്കുറിച്ച് അറിയണം. കാറിലെത്തിയ സ്ത്രീകളടക്കമുള്ള യാത്രക്കാരെ വഴിയിൽ തടഞ്ഞു നിർത്തി അസഭ്യവർഷം, പിന്നീട് ഉപദ്രവിക്കാൻ ശ്രമം. ഇത് നേരിൽ കണ്ട നാട്ടുകാരായ അഭിലാഷും സിറാജും വിഷ്ണുവിനെ ചോദ്യം ചെയ്തു. അതിൻ്റെ പ്രകോപനത്തിൽ യുവാക്കളെ വാഹനം പിടിപ്പിച്ച് കൊലപ്പെടുത്താൻ നീക്കം. കേസിൽ പ്രതി വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം. മദ്യലഹരിയിൽ കാർ യാത്രക്കാരെ സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ളവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്ത യുവാക്കളെ മർദ്ദിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. പൂങ്ങോട് മടത്തിൽപ്പറമ്പ് വിഷ്ണുപ്രസാദാണ് പിടിയിലായത്. പ്രതിക്കെതിരെ വധശ്രമത്തിനടക്കം കേസെടുത്തിട്ടുണ്ട്. വ്യാഴാഴ്ച നടന്ന സംഭവത്തിന് ശേഷം പ്രതി വിഷ്ണുപ്രസാദ് ഒളിവിൽ കഴിയുകയായിരുന്നു. കാവുങ്ങൽ പുത്തൻപുരയിൽ അഭിലാഷിനാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. അഭിലാഷ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വ്യാഴാഴ്ച രാത്രി 10:30 തച്ചങ്കോട് വെച്ചാണ് കാർ യാത്രക്കാരായ സ്ത്രീകളെയും കുട്ടികളെയും വിഷ്ണുപ്രസാദ് കാർ തടഞ്ഞു നിർത്തി ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. ഈ സമയം അതുവഴി വന്ന അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലിക്കാരായ അഭിലാഷും സിറാജും സംഭവം കാണുകയും വിഷ്ണു മദ്യലഹരിയിലാണെന്ന് മനസ്സിലായതോടെ കാർ യാത്രക്കാരെ സുരക്ഷിതമായി കടത്തിവിടുകയും ചെയ്തു. ഇതോടെ പ്രകോപിതനായ വിഷ്ണു സുഹൃത്തുക്കൾക്കിടയിലേക്ക് ജീപ്പ് ഓടിച്ചു കയറ്റി. സിറാജ് ഓടിമാറിയതിനാൽ രക്ഷപ്പെട്ടു. അഭിലാഷിനെ റോഡിലൂടെ വലിച്ചിഴച്ചത് കാരണം തലയ്ക്കും കാലിനും പരിക്കുണ്ട്. ബൈക്ക് 200 മീറ്ററോളം റോഡിലൂടെ നിരക്കിക്കൊണ്ട് പോവുകയും ചെയ്തു. ഒരു 2 കാറുകൾ തമ്മിൽ തർക്കമുണ്ടതിൻ്റെ ഭാഗമായിട്ട് അതിൽ മധ്യസ്ഥ സംസാരിക്കുകയും ആ മധ്യസ്ഥ സംസാരിച്ചത് കാരണം കൊണ്ട് ഈ കേസിലെ പ്രതിക്കെതിരായി നിന്നു എന്ന് നിന്നതുകൊണ്ട് പ്രതിയെ ഓടിച്ചിരുന്ന വാഹനം ഈ മധ്യസ്ഥന്മാർ ഓടിച്ചിരുന്ന അഭിലാഷ്, അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ആളും ഓടിച്ചിരുന്ന ബൈക്ക് ഇടിച്ച് തെറിപ്പിക്കുകയും ഓടിച്ചു വരുന്ന സമയത്ത് ബൈക്കിലുണ്ടായിരുന്ന അഭിലാഷ് ഏകദേശം 30ഓളം മീറ്റർ റോട്ടിൽ കൂടെ ബൈക്കിലും ബൊലേറോയ്ക്ക് ഇടയിൽ പെട്ട് പോവുകയും പിന്നെ തെറിച്ചു വീഴുകയുണ്ടായത്. തുടർന്ന് ഏകദേശം 200 മീറ്ററോളം വണ്ടി ബൊലേറോയിൽ ബൈക്ക് കുടുങ്ങി ഒരു അപ്പുറത്ത് പോയിട്ടാണ് ബൈക്ക് നമുക്ക് കിട്ടുന്നത്. ഈ ബൈക്കിൽ നിന്ന് തെറിച്ചു വീണുകൊണ്ട് ഗുരുതരമായി പരിക്കാണ് അഭിലാഷിനെ ഏറ്റിട്ടുള്ളത്. ഈ കേസിലെ പ്രതിയായ വിഷ്ണു പ്രസാദ് ഏകദേശം 10ഓളം കേസിൽ വണ്ടൂരും അതുപോലെ തന്നെ കാളികാവിലും സ്റ്റേഷനുകളിൽ പ്രതിയാണ്. രാത്രി അഭിലാഷിനെ ആശുപത്രിയിലാക്കി പുലർച്ചെ 2:30 വണ്ടൂരിലേക്ക് പോയ സിറാജിനെയും മറ്റൊരു സുഹൃത്തിനെയും പെട്രോൾ പമ്പിന് മുൻപിൽ വെച്ച് പ്രതി വീണ്ടും ആക്രമിച്ചതായും പറയപ്പെടുന്നു. നേരത്തെയും നിരവധി കേസുകളിൽ പ്രതിയാണ് പിടിയിലായ വിഷ്ണുപ്രസാദ് എന്നും പോലീസ് പറയുന്നുണ്ട്. ന്യൂസ് 18 തിരൂർ.